Hello and Happy New Year everyone. നല്ല മനോഹരമായൊരു സൺസെറ്റാണ് നമ്മൾ കാണുന്നത്. ദിസ് ഈസ് എ ഡേ ബിഫോർ ന്യൂ ഇയർ. അപ്പോൾ നാളെ മുതൽ 2026 പിറക്കുകയാണ്. ഒരുപാട് പുതിയ തുടക്കങ്ങളും പ്രതീക്ഷകളും ആകാംക്ഷകളും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. സോ ടുഡേയ്സ് വ്ലോഗ് ഇസ് ആക്ച്വലി ഒരു പ്രിപ്പറേഷൻ ഫോർ 2026 ആണ്. സോ വെൽക്കം ടു അവർ വ്ലോഗ്. പുറത്ത് നല്ല തണവും നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ ചൂടുള്ളൊരു കഷായം കുടിച്ചിട്ടാണ്. രാവിലെ വെറും വയറ്റിലൊരു കഷായം. ഇത് ഡൈജഷനൊക്കെ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു കഷായമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പണികൾ തുടങ്ങാൻ പോവുകയാണ്. ഇന്നലെ ഒരുപാട് ഡ്രസ്സുകൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ മടക്കി വയ്ക്കണം. ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഒരു പണി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളുടെ ബെഡ് സെറ്റ് ചെയ്യാനുണ്ട്. ബെഡ് ക്ലീൻ ചെയ്യണം. പിന്നെ കുറേ കുട്ടികളുടെ കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ ബെഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും പിന്നെ ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളുടെ ഡേ ഇന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം കുറച്ച് നേരം നമ്മളൊരു സ്ട്രെച്ചിങ് ആൻഡ് എക്സസൈസൊക്കെ ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ ഗ്രീൻ ഗ്രാം ദോശ. ഇനി നെക്സ്റ്റ് നമ്മളത് കഴിക്കുകയാണ്, ചട്നിയൊക്കെ ചേർത്തിട്ട്. പിന്നെ എനിക്കൊരു ഡ്രിങ്ക് ഞാൻ കുടിക്കാറുണ്ട് ഡെയിലി, ഒരു ഗ്ലാസ് കരിഞ്ജീരകവും ഉലുവയും ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഞാൻ റാഗി മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 days കഴിഞ്ഞപ്പോൾ അത് മുളച്ച് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി പൊടിക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ള പണികളൊക്കെ ചെയ്യണം ഇനി. ഇത് മെയിനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് എക്സ്ട്രാ കാൽഷ്യം ആൻഡ് മിനറൽസ് ഒക്കെ ഇതിലുണ്ടാവും എന്നാണ് പറയുന്നത് മുളപ്പിച്ചിട്ടുള്ളതാകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ബേസിക്കലി ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നാളേക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ട് ആണ്, അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ദി അതർ തിങ് ദാറ്റ് ഐ ഡിഡ് വാസ്, എനിക്ക് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ബുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെ ഇനി ചെയ്യണം ഈ ഇയറിൽ, ഈ ഒരു വരുന്ന വർഷത്തിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്ത് തീർക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ്ലി ഓരോന്നോരോന്ന് നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 12 മാസത്തേക്ക് 12 കാര്യങ്ങളായിട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം കിച്ചൺ കുറച്ച് ക്ലീൻ ചെയ്യാനും കുറച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാനും എല്ലാം കൂടി ഒന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ അങ്ങനത്തെ പണികളൊക്കെ ചെയ്തു. അതിനുശേഷം ഞാനൊരു ചെറിയ ചെടി നട്ടു. നമ്മളെ പനിക്കൂർക്കയാണ്. അത് നമ്മളെ വിൻഡോ സൈഡിൽ നമ്മൾ വെക്കുകയാണ്. ഇനി ഉച്ചക്കൽക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ചീര പറിച്ചു. ഇതൊരു കാട്ടുചീരയാണ്. ഇത് കുറേ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് ചീര പറിച്ചു. അപ്പോൾ പക്ഷെ ഇത് നല്ല കയ്പ്പായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചീര ഇത് പൂക്കുന്നതിന് മുന്നേ വേണമായിരുന്നു എടുക്കാനായിട്ട്. പിന്നെ ഒരു കാട്ടുചീര ആയതുകൊണ്ടായിരിക്കാം നല്ലൊരു കയ്പ്പുണ്ടായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു ചെറിയ ലഞ്ചാണ്. ഇത്തിരി സാമ്പാറും ചീരപ്പേരിയും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ ലഞ്ച് ഇന്ന് ഞാൻ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ടെന്ന്. ഇന്ന് നമ്മൾ കുമ്പളങ്ങ വെച്ചിട്ട് ഒരു ലേഹ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ലേഹ്യം എന്ന് പറയുമ്പോൾ ഇതിൽ അതിനത്രയും മരുന്നുകളില്ല. ലേഹ്യത്തിൽ ഉണ്ടാകുന്ന അത്രയും മെഡിസിൻസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ജാം പോലത്തെ ഒരു ലേഹ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുമ്പളങ്ങ എടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കുമ്പളങ്ങയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആയുർവേദത്തിൽ കുമ്പളങ്ങനെ പറയുന്നത് ഒരു ബുദ്ധിവർദ്ധകമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആയിട്ടാണ് കുമ്പളങ്ങനെ പറയുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നതാണിത്. അത് മാത്രമല്ല കുമ്പളങ്ങ ശരിക്കും നമ്മൾ ഈ അസിഡിറ്റി, സ്റ്റൊമക് അൾസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ കുമ്പളങ്ങയുടെ നീര് രാവിലെ ജ്യൂസാക്കി കുടിക്കുന്നത്, അല്ലെങ്കിൽ കുമ്പളങ്ങ വെറും വയറ്റിൽ ജ്യൂസാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു മെഡിസിനാണ്.
ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് മാത്രമല്ല, നിങ്ങൾക്ക് യൂറിനറി ഇഷ്യൂസ് ഉള്ളവർക്ക്, മൂത്രം പോകാൻ തടസ്സമുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ലേഹ്യം, ഇതിൽ നമ്മൾ ഒരുപാട് മെഡിസിൻസ് അതിൽ കൂടെ ആഡ് ചെയ്യും. ഈ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ അങ്ങനത്തെ ഒരുപാട് മെഡിസിൻസ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലേഹ്യം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചിട്ട് അത് ജ്യൂസ് എടുക്കണം, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ജാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാദ്യം വേവിക്കുക, പിന്നെ ശർക്കരയും കൂടി ഉരുക്കി വയ്ക്കുക ഒരു സൈഡിൽ. അതിനുശേഷം ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിനുശേഷം ഈ അരച്ച് വെച്ച നമ്മളുടെ ആ ഒരു പേസ്റ്റ്, കുമ്പളങ്ങയുടെ പേസ്റ്റ് എടുത്തിട്ട് അതും കൂടിയും അതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം അതൊരു പരുവാകുമ്പോൾ അതിലേക്ക് നമ്മളുടെ ശർക്കര പാനി ആഡ് ചെയ്യുക. അത് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കത് ഒരു ടിന്നിലേക്ക് മാറ്റാൻ പറ്റും. ഇത് നമുക്ക് ജാമായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വെറുതെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഡെയിലി കൊടുക്കാവുന്നത് നല്ലതാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. വൈകുന്നേരം കഴിക്കാൻ ഞാൻ കുറച്ച് നട്ട്സും സീഡ്സൊക്കെ എടുത്തു, ഈത്തപ്പഴമൊക്കെ എടുത്തു. ബിക്കോസ് ഇത് ഹെയർ ഗ്രോത്തിനും നമ്മളുടെ വൈറ്റമിൻസും മിനറൽസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതിനുശേഷം ഞാനൊരു ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, റോസ്മേരിയും ഗ്രാമ്പും പിന്നെ ഉലുവയൊക്കെ ചേർത്തിട്ട്. ഇത് വളരെ നല്ലൊരു ഹെയർ സ്പ്രേ ആണ്. ശരിക്കും ഹെയർ ഗ്രോത്തും പിന്നെ ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ സ്പ്രേ ആണ്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചു. രാത്രിക്കായിട്ട് നമ്മളൊരു ചെറിയ ലൈറ്റ് ഡിന്നറായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ സാലഡും പിന്നെ കടലമാവിൻ്റെ ദോശയും പിന്നെ ഒരു മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് ഒരു ലൈറ്റ് ഡിന്നറാണ് നമ്മൾ കഴിക്കുന്നതെന്ന്. പിന്നെ നമ്മൾ രാത്രിയായി, ഇവിടെ നല്ല വിൻ്റർ ആയതുകൊണ്ട് നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ നല്ല ഡ്രൈ സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ കുറച്ച് ഷിയ ബട്ടർ അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മളെ തുടക്കമാണ്, 2026 ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളുടേത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.